നമസ്കാരം. BMTV ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പോലീസുകാരുടെ അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ക്രമസമാധാന പാലനത്തെ ബാധിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശവശരീരങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നുള്ള ഏറ്റവും ക്ലേശകരമായ ജോലി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒരു മനുഷ്യനാണോ ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ സംശയം തോന്നുന്ന തരത്തിലുള്ള ജോലിഭാരമാണ് അവരുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്യാൻ ഒരുപാട് ആളുകൾ ചെയ്യേണ്ട ജോലി കുറച്ച് ആളുകൾ മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ജോലിഭാരമാണ്. സാർ, അതിന്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം വിശദമായി സംസാരിച്ചത്. ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ, അവരുടെ അമിതമായ അവർക്ക് മീതെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടുപോകുന്നതിനെ ബാധിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സാധാരണക്കാരനെ അത് ബാധിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന ദേഷ്യവും പ്രയാസവും വിഷമവും എല്ലാം അങ്ങോട്ട് പോവുകയാണ്. സാർ, ഇതെല്ലാം ഇതൊരു പഴയ കാലത്തല്ല. പഴയ റോഡിലൂടെ പോലീസുകാരൻ ഇറങ്ങിയാൽ ഓടി ആളുകൾ വീടിനകത്തേക്ക് കയറുന്ന, കുട്ടികൾ പേടിച്ചോടുന്ന പഴയ കുട്ടമ്പിള്ള പോലീസിന്റെ കാലമല്ല ഇത് റിഫൈൻഡ് ആയിട്ടുള്ള പോലീസാണ്. ലോകം മുഴുവൻ ആളുകളുടെ ബന്ധുക്കളായി നിന്നുകൊണ്ട് ക്രൈം ഇല്ലാതാക്കാൻ നോക്കുന്ന ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തി ജനങ്ങളുടെ കൂടപ്പിറപ്പായി നിൽക്കുന്ന സംവിധാനമാണ് ലോകത്തിൽ എല്ലായിടത്തുള്ള പോലീസ്. പോലീസിൽ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? ക്രിമിനലുകൾക്ക് CPM രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നുണ്ടെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ബഹളമുണ്ടാക്കിയവരാണ് അതേ കാര്യം സ്വന്തം പാർട്ടിക്കാർ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തമുള്ളവരാണ് പോലീസുകാർ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 88 പോലീസുകാർ ആത്മഹത്യ ചെയ്തെന്ന വിവരമാണ് അടിയന്തര പ്രമേയത്തിലൂടെ PC വിഷ്ണുനാഥ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിനുള്ള കാരണങ്ങൾ തേടിയുള്ള അന്വേഷണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. മുഖ്യമന്ത്രി അതിനെ ചെറുതായി കാണരുത്. ശവശരീരങ്ങൾക്ക് പോലീസ് കാവൽ നിൽക്കരുത് എന്നല്ല പറഞ്ഞത്. ശവശരീരങ്ങൾക്ക് കാവൽ നിൽക്കുകയെന്ന ഏറ്റവും ക്ലേശകരമായ ജോലി ഉൾപ്പെടെ വൈവിധ്യമാർന്ന ജോലി ഭാരമാണ് പോലീസുകാർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഒരുപാട് പേർ ചെയ്യേണ്ട ജോലി കുറച്ച് ആളുകൾ മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ജോലി ഭാരമാണ്. അതിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് വിഷ്ണുദാസ് സംസാരിച്ചത്. പോലീസുകാർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ജോലിയുമായി ബന്ധമുള്ള സമ്മർദ്ദങ്ങളും ക്രമസമാധാനത്തെയും സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരെയും ബാധിക്കുകയാണ്. റോഡിലൂടെ പോലീസുകാരൻ നടന്നാൽ പേടിച്ച് വീട്ടിൽ കയറുന്ന പഴയ കുട്ടൻപിള്ള പോലീസിന്റെ കാലമല്ല ഇത്. കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് അന്വേഷണങ്ങൾ നടത്തി ജനങ്ങളുടെ കൂടപ്പിറപ്പായി നിൽക്കുന്നതാണ് ലോകത്തെ എല്ലായിടത്തുമുള്ള പോലീസ്. പോലീസുകാർക്കുണ്ടാകുന്ന അമിത ജോലിഭാരം അവർ ചെയ്യുന്ന ജോലിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത്. പോലീസുകാർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും എന്തു നടപടിയാണ് സ്വീകരിച്ചത്? മാനസിക സംഘർഷം ലഘൂകരിക്കാൻ കൌൺസിലിംഗ് ഉൾപ്പെടെ നിർദ്ദേശിച്ച് 2023 ഡിസംബർ 7 പോലീസ് മേധാവി മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ആവശ്യത്തിന് അവധി ഉൾപ്പെടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ആഘോഷവേളകൾ പങ്കിടാൻ പോലീസുകാർക്ക് അവസരം നൽകണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു. അവധി കിട്ടാത്തതിനാൽ മാനസിക സംഘർഷം ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കി തന്നെയാണ് DGP സർക്കുലർ ഇറക്കിയത്. എന്നിട്ടും ഒരു പ്രശ്നവും ഇല്ലെന്ന തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ക്യാൻസർ രോഗിയായ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവധി ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പോലീസുകാരനുണ്ട്. ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോകാൻ അവധി ലഭിക്കാത്തതിനെ തുടർന്ന് തലചുറ്റി വീണ പോലീസുകാരന്റേതുൾപ്പെടെ നിരവധി സംഭവങ്ങളുണ്ട്. DGPയുടെ സർക്കുലർ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം സേനയിലുണ്ടായോ? മേലുദ്യോഗസ്ഥൻ ചെവിപൊട്ടുന്ന ചീത്തയാണ് കീഴുദ്യോഗസ്ഥരെ പറയുന്നത്. മുകളിൽ നിന്നും കിട്ടുന്നത് താഴേക്ക് കൊടുക്കുകയാണ്. അനധികൃതമായ സ്ഥലം മാറ്റങ്ങളാണ് പോലീസിൽ നടക്കുന്നത്. ബാഹ്യമായ ഇടപെടലുകൾ പോലീസിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ചു പറയാൻ പറ്റുമോ? മേലുദ്യോഗസ്ഥർ പറഞ്ഞാൽ താഴെയുള്ളവർ കേൾക്കുമോ? SP-യെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളല്ലേ? നിങ്ങളുടെ SHO-മാരെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റികളല്ലേ? എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. നാഷണൽ ഹൈവേയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി കാറിന്റെ ചില്ല് തല്ലിപ്പൊളിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ആ ക്രിമിനൽ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നും എത്രയും വേഗം സ്ഥലം വിടാൻ നോക്കുമെന്നുമാണ് പോലീസുകാർ പറഞ്ഞത്. പരാതി നൽകാൻ എത്തിയപ്പോൾ ആ ക്രിമിനലിനെതിരെ പരാതി നൽകാതിരിക്കുന്നതാണ് നല്ലതെന്ന് SHO ഉപദേശിച്ചത്. ചാലക്കുടിയിൽ നിങ്ങളുടെ പാർട്ടിക്കാരൻ പോലീസിന് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ചില്ല് തല്ലി പൊളിച്ചില്ലേ? അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഏരിയ സെക്രട്ടറി അല്ലേ പ്രതിയെ മോചിപ്പിച്ചത്? എന്നിട്ട് ആ ഏരിയ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. ചാലക്കുടി SI-യെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെ പോയി പ്രസംഗിച്ചല്ലോ. നടപടി എടുത്തോ? എന്നിട്ടാണ് ബാഹ്യമായി പോലീസിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത്.
ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്ന എന്ന ആരോപണം പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക്, മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നുണ്ടെന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ബഹളം ഉണ്ടാക്കിയവരാണ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ രക്ഷാകർതൃത്വത്തെക്കുറിച്ച് പാർട്ടി പ്രവർത്തകർ ഗൗരവത്തോടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം ക്രിമിനലുകൾക്ക് കിട്ടുന്ന നാട്ടിൽ പോലീസിന് എന്താണ് ജോലി? PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് ശേഷവും ലിസ്റ്റ് വെട്ടിച്ചുരുക്കി. 32 ഒഴിവുള്ള തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ 20 പേർ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിലുമുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒഴിവുകളുടെ പട്ടികയുമാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സമരം ചെയ്തത്. എല്ലാ പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിയല്ല. നിലവിൽ ക്രമസമാധാനം മാത്രമല്ല പോലീസിന്റെ ജോലി. 20 വർഷത്തിനു മുമ്പ് ഉണ്ടായിരുന്നതിന്റെ 20 ഇരട്ടി ജോലികൾ ഇന്ന് പോലീസിനുണ്ട്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യേണ്ട ശാസ്ത്രീയമല്ലാത്ത സംവിധാനമാണ് പോലീസിലുള്ളത്. ക്രമസമാധാന പാലനത്തെ പോലും ഇത് ഗൗരവമായി ബാധിക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിയമസഭയിലെ മേലുദ്യോഗസ്ഥരെ കുറിച്ച് പോലും വാച്ച് ആൻഡ് വാർഡ് പരാതി നൽകിയിട്ടുണ്ട്. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോലീസിനെ തള്ളിവിടാതെ ആളുകളുടെ എണ്ണം കൂട്ടി ജോലിഭാരം കുറയ്ക്കുവാനുള്ള ഒരു സംവിധാനം വേണം. എന്നാൽ ഈ വിഷയങ്ങളെ ലഘൂകരിച്ച് എല്ലാം നന്നായി പോകുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബോയ്ക്കോട്ട് നടത്തി.